പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. നിങ്ങൾക്ക് വരുന്ന അജ്ഞാത ടെലിഫോൺ കോളുകൾ ആരുടേത് എന്ന് കണ്ടെത്തി തരുന്ന ട്രൂ കോളർ എന്ന ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഇത് ആൻഡ്രോയിഡിലും ഐഫോണിലും എല്ലാം ഉപയോഗിക്കാം. എനിക്കറിയാം നിങ്ങളിൽ ഒട്ടുമിക്കവരും ഈ ആപ്ലിക്കേഷൻ പറ്റി അറിവുള്ളവരാണ്. എന്നാൽ പുതുതായി ഒരു സ്മാർട്ട് ഫോൺ എടുക്കുന്ന പലർക്കും ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണമെന്നില്ല. അവർക്ക് ഈ പരിചയപ്പെടുത്തൽ ഉപകാരപ്രദമായേക്കാം. ട്രൂ കോളർ ഉപയോഗിച്ച് 100% നമ്പറുകളുടെയും ഉടമസ്ഥരെ കണ്ടെത്താമെന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. എന്നാൽ ഒരു 80% ഫോൺ നമ്പറുകളുടെയും ഉടമസ്ഥരെ കണ്ടെത്താൻ ഈ ആപ്ലിക്കേഷൻ വളരെയധികം ഉപകാരപ്രദമാണ്. എങ്ങനെയാണ് ട്രൂ കോളർ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ട്രൂ കോളർ ഉപഭോക്താക്കളുടെ ഫോണിലുള്ള കോൺടാക്ട്സ് സിങ്ക് ചെയ്ത് ട്രൂ കോളർ സെർവറിലേക്ക് സേവ് ചെയ്ത് മറ്റൊരു ട്രൂ കോളർ ഉപഭോക്താവ് ആ നമ്പർ സെർച്ച് ചെയ്യുമ്പോൾ ആ നമ്പർ ഏറ്റവും അധികം ആളുകൾ ഏത് പേരിലാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ പേരായിരിക്കും ട്രൂ കോളർ നമുക്ക് കാണിച്ചു തരിക. ട്രൂ കോളർ ഉപയോഗിച്ച് അക്കൗണ്ട് നിർമ്മിച്ചവർ ആണെങ്കിൽ അതിലുള്ള പേരായിരിക്കും സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കുക. അതിനാൽ ചില റിസൾട്ടുകൾ കൃത്യമായിരിക്കണമെന്നില്ല. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഒരു അൺനോൺ നമ്പർ ഇതിലൂടെ സെർച്ച് ചെയ്യാൻ സാധ്യമാകൂ. മുമ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ മറ്റൊരാളുടെ ട്രൂ കോളർ ഐഡി ആക്കി വെരിഫൈ ചെയ്ത് ഉപയോഗിച്ചിരുന്നു എങ്കിൽ അയാളുടെ പേര് ആ സമയത്ത് കാണിക്കും. അത് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ഇതുപോലെയായിരിക്കും. ഇവിടെ സെർച്ച്, ഡിസ്കവർ, ബ്ലോക്ക് എന്നിങ്ങനെ 3 ടാബുകളുണ്ട്. ഇടതുഭാഗത്തായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ സെറ്റിംഗ്സ് കാണാനുള്ള ഓപ്ഷനുമുണ്ട്. ഇവിടെ സെർച്ച് എന്നതിന് താഴെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അൺനോൺ നമ്പർ ഏതാണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് കോൾ വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ഫോണിലേക്ക് കോൾ വരികയാണെങ്കിൽ അതിന്റെ ഹിസ്റ്ററി ഇവിടെ തന്നെ അപ്പോൾ തന്നെ നെറ്റ് ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് റിസൾട്ട് കാണിച്ചിരിക്കും. നമുക്ക് ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഞാൻ മറ്റൊരു നമ്പറിൽ നിന്നും ഇതിലേക്ക് കോൾ ചെയ്യുകയാണ്. എന്റെ കോൺടാക്ട്സ് ബുക്കിൽ ഒരു കോൺടാക്ട്സ് പോലും ഞാൻ സേവ് ചെയ്തിട്ടില്ല. എന്നാൽ തന്നെ നോക്കുക, നെറ്റിൽ ലഭ്യമായ ഒരു നമ്പർ അതിന്റെ ഉപഭോക്താവ് ആരാണ് എന്ന് അറിയാമെങ്കിൽ അതിന്റെ റിസൾട്ട് ഇവിടെ കാണിക്കുന്നു. നോക്കൂ, മുകൾ ഭാഗത്ത് എന്റെ പേര് കൂടി നമ്പറിനോടൊപ്പം ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ട്രൂ കോളർ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു യൂസറുടെ വിവരം അവരുടെ നെറ്റ്വർക്കിൽ ലഭ്യമാണെങ്കിൽ അത് ഇവിടെ കാണിച്ചു തരുന്നു. അടുത്തായിട്ട് നമുക്ക് ഒരു നമ്പർ സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഉള്ള ഒരു നമ്പർ അത് ആരുടേതാണ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് എന്നതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കുക, ഇവിടെ ഇതുപോലെ നമുക്ക് ആ യൂസർ ട്രൂ കോളറിൽ രജിസ്റ്റേർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ വിവരവും കൂടി നമുക്ക് ലഭ്യമാകും. അതാണ് ഇവിടെ വെരിഫൈഡ് സിമ്പിൾ കാണിക്കുന്നത്. അയാള് ട്രൂ കോളർ യൂസറാണ്. ഇനി അതല്ല എങ്കിൽ, അയാൾ ട്രൂ കോളർ യൂസർ അല്ല എങ്കിൽ അയാളുടെ നമ്പർ ട്രൂ കോളർ ഉപയോഗിക്കുന്നവർ ആരെങ്കിലും തന്നെ സേവ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും ഉള്ള ഒരു പേരായിരിക്കും നിങ്ങൾക്ക് ട്രൂ കോളർ ഇവിടെ കാണിച്ചു തരിക. നിങ്ങൾ സെർച്ച് ചെയ്ത ഈ റിസൾട്ടുകൾ ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ച് ആവശ്യമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാം ഓരോ ഓപ്ഷനും. ഇനി ഇതല്ല എങ്കിൽ ഇവിടെ സെർച്ച് എന്നതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് ക്ലിയർ റീസെന്റ് സെർച്ചസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ഹിസ്റ്ററി ഇവിടെ നിന്നും ക്ലിയർ ചെയ്യാം. അടുത്തായിട്ട് നമുക്കിവിടെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ബ്ലോക്ക്. നമുക്കറിയാം നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കിൽ നിന്നും അനാവശ്യമായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് കോളുകൾ വരാറുണ്ട്. പല മാർക്കറ്റിംഗ് കോളുകളും നമുക്ക് വരാറുണ്ട്. അവ എല്ലാം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഇവിടെ ബ്ലോക്ക് സെറ്റിംഗ്സ് എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം ബ്ലോക്ക് സ്പാമേഴ്സ് എന്നത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ബ്ലോക്ക് ഹിഡൻ നമ്പേഴ്സ്, നെറ്റിൽ നിന്നും നെറ്റ് കോൾ വഴി ലഭിക്കുന്ന അൺനോൺ നമ്പറുകൾ ഉപയോഗിച്ചിട്ടുള്ള കോളുകൾ ബ്ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്ക് ഹിഡൻ നമ്പേഴ്സ് എന്നത് ഇതുപോലെ ടിക്ക് ചെയ്തിടുക. അതുപോലെ ബ്ലോക്ക് മെത്തേഡ് ഏത് വേണം എന്ന് നമുക്ക് ഇവിടെ ഈ ആരോയിൽ നിന്നും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. റിജക്ട് ഓട്ടോമാറ്റിക്കലിയാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത്. മറ്റത് സൈലന്റ് ആയിട്ട് കിടക്കും എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു കസ്റ്റം നമ്പർ ബ്ലോക്ക് ചെയ്യുന്നുള്ള ഓപ്ഷൻ ലഭ്യമാണ്. ഇവിടെ എന്റർ നമ്പർ എന്നതിൽ നമ്പർ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കോൾ ഹിസ്റ്ററിയിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ റീസെന്റ് SMS നിന്ന് എടുക്കാം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ബുക്കിൽ നിന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു നമ്പർ സീരീസ് തന്നെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. ഇവിടെ എന്റർ നമ്പർ എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. ആവശ്യമെങ്കിൽ ഇവിടെ നമുക്കൊരു പേര് നൽകാം. പേര് പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ട്രൂ കോളർ തന്നെ കാണിച്ചു തരും ആ നമ്പർ ലഭ്യമാണ് എങ്കിൽ. തുടർന്ന് ഓക്കെ കൊടുക്കുക. നോക്കുക, ഇവിടെ നമ്പർ ആഡ് ടു യുവർ ബ്ലോക്ക് ലിസ്റ്റ് എന്ന് കാണിക്കുന്നു.
ഇവിടെ വ്യൂ സ്പാം ലിസ്റ്റ് എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നും ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്ന നമ്പർ ഏതെല്ലാമാണ് എന്നും ഇവിടെ കാണാൻ സാധിക്കും. ആവശ്യമെങ്കിൽ ആ നമ്പർ നമുക്ക് ഇവിടെ നിന്നും സ്പാം ലിസ്റ്റിൽ നിന്നും മാറ്റുന്നതിന് ആ പേരിന് നേരെ കാണുന്ന ഈ മൈനസ് സിമ്പൽ പ്രസ് ചെയ്യുക. നോക്കുക, നെറ്റിൽ നിന്നും വരുന്ന അനാവശ്യമായിട്ടുള്ള കുറെ കോളുകൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ആയിരിക്കുന്നതിന്റെ ലിസ്റ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് നമുക്കിവിടെ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന പ്രൊഫൈൽ സിമ്പലിൽ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ നൽകിയിരിക്കുന്ന പേര്, നമ്പർ തുടങ്ങിയവെല്ലാം തന്നെ കാണാൻ സാധിക്കും. ഇവിടെ സെറ്റിംഗ്സ് എടുത്താൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ സെറ്റിംഗ്സുകൾ ആവശ്യമെങ്കിൽ മാത്രം സെലക്ട് ചെയ്ത് മാറ്റം വരുത്താവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സെറ്റിംഗ്സ് ആകെ ഉള്ളത് പ്രൈവസി എന്നത് മാത്രമാണ്. ബാക്കിയെല്ലാം ജനറൽ ആയിട്ടുള്ള സെറ്റിംഗ്സുകളാണ്. നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇവിടെ പ്രൈവസി എന്നതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ മറ്റൊരു ട്രൂ കോളർ യൂസർ ട്രൂ കോളറിൽ സെർച്ച് ചെയ്യുമ്പോൾ പബ്ലിക്കായിട്ട് കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. നോക്കുക, ഇവിടെ അലോ എന്നതിൽ റിക്വസ്റ്റ് ഓൺലി എന്നാക്കിടാൻ മാത്രം ശ്രദ്ധിക്കുക. പബ്ലിക് ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് സെർച്ച് ചെയ്യുന്നവർക്കെല്ലാം തന്നെ ആ നമ്പർ കാണാൻ സാധിക്കും. നോക്കുക, ഇവിടെ പബ്ലിക് ആക്കരുത്, റിക്വസ്റ്റ് ഓൺലി എന്ന് മാത്രമാക്കുക. അല്ലെങ്കിൽ നമുക്കിവിടെ നോക്കുക, സെർച്ചിൽ ഒരു പേര് അടിച്ച് സെർച്ച് ചെയ്യുന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു സാമ്പിൾ നമുക്ക് അടിച്ചു നോക്കാം. ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേരിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഏതെല്ലാം ട്രൂ കോളർ ഉപഭോക്താവ് അല്ലെങ്കിൽ ആ നമ്പർ ഉള്ള ഉപയോക്താക്കളുടെ ലിസ്റ്റ് ട്രൂ കോളറിൽ ഉണ്ട് എന്ന് ഇവിടെ കാണിച്ചു തരും. ഇതിൽ നിന്നും ചിലരുടെ നമ്പർ എല്ലാം ചിലപ്പോൾ പബ്ലിക് ആയിരിക്കും. അങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കുന്നത് അവർ ട്രൂ കോളർ ഉപഭോക്താവും സെറ്റിംഗ്സിൽ പബ്ലിക് എന്ന് ആക്കിയിട്ടുള്ളതുകൊണ്ടും ആയിരിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നിങ്ങൾ പബ്ലിക് എന്ന് മാറ്റി റിക്വസ്റ്റ് ഒൺലി എന്ന് മാത്രം ആക്കിയിടാൻ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും ലേഡീസ്. അടുത്തായിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ ആണ്. വലതുഭാഗത്തായിട്ട് കാണുന്നത് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ട്രൂ കോളറിൽ നിന്നും വരുന്ന നോട്ടിഫിക്കേഷനുകളെല്ലാം തന്നെ കാണാൻ സാധിക്കും. ഇത് കൂടാതെ ആൻഡ്രോയിഡിന് ഇതിൽ ഒരു വിഡ്ജറ്റ് കൂടിയുണ്ട്. നമുക്കറിയാം, വിഡ്ജറ്റ് ആഡ് ചെയ്യാൻ ഇവിടെ സ്ക്രീനിൽ ഹോം സ്ക്രീനിൽ പ്രസ് ചെയ്ത് പിടിക്കുക. തുടർന്ന് നമുക്കിവിടെ വിഡ്ജറ്റ് ടാബിൽ നിന്നും ട്രൂ കോളറിന്റെ വിഡ്ജറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ട്രൂ കോളറിന്റെ വിഡ്ജറ്റുകൾ പല രീതിയിലുള്ളത് നമുക്ക് വിഡ്ജറ്റ് ബാറിൽ കാണാം. അതിൽ നിന്നും ആവശ്യമായത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ആഡ് ചെയ്യാവുന്നതാണ്. നോക്കാം, ട്രൂ കോളറിൽ ലാസ്റ്റ് വന്ന കോളും അത് ആരാണ് എന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ വിഡ്ജറ്റ് ആഡ് ചെയ്യുന്നത് മൂലം ഹോം സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും. കോടിക്കണക്കിന് ഉപഭോക്താക്കൾ ഉള്ള നെറ്റ്വർക്കാണ് ട്രൂ കോളർ. ട്രൂ കോളറിനെ പറ്റി അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ആർ മേനോൻ. മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയുള്ള അറിവുകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഫേസ്ബുക്കിൽ രതീഷ് ആർ മേനോൻ എന്ന് സെർച്ച് ചെയ്ത് എന്റെ പേജ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിനു ശേഷം ഫോളോയിങ് എന്നതിൽ നിന്നും സി ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ദിവസവും പുതിയ പുതിയ അറിവുകൾ നിങ്ങളെ തേടിയെത്തുന്നു.